അനന്തു, നിനക്ക് എന്താടാ ഭ്രാന്ത് പിടിച്ചോ? അതെ, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്തിരി ഭ്രാന്ത് പിടിക്കും അച്ചുവേട്ടാ. അതുപോലെയല്ലേ ഇവളിവിടെ ഇപ്പോൾ പെരുമാറിയത്? ദേ ഭദ്രേ, ഇമാതിരി സംസാരം കൊണ്ട് ഇനി നീ ഈ പടി കയറി വന്ന പിന്നെ ഈ അനന്ത് ഇങ്ങനെയായിരിക്കില്ല നിന്നോട് പ്രതികരിക്കുക. എൻ്റെ ഭാര്യയായി വരാൻ പോകുന്ന പെണ്ണിന് ഒരല്പം മനുഷ്യത്വം വേണമെന്നത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അതുകൂടി ഇടയ്ക്കൊക്കെ ഓർത്തോ നീ. നിർത്തടാ, നീ ആരാന്നാ നിന്റെ വിചാരം? ഇവളീ വീട്ടിലെ മരുമകളാകാൻ പോകുന്ന പെൺകുട്ടിയാ, അല്ലാതെ വലിഞ്ഞു കയറി വന്നവളൊന്നുമല്ല. അക്കാര്യം നീ കൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതാ. ഇവളുടെ ഭാഗത്ത് എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ നീ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം. അല്ലാതെ വെറുതെ ഇങ്ങനെ അവളുടെ നേരെ ചാടിക്കടിക്കുകയല്ല വേണ്ടത്. അച്ഛാ, നീ ഇനി കൂടുതലൊന്നും പറയണ്ട. ഇതുവരെ ഈ കൈലാസത്തിലാരും പെണ്ണുങ്ങളുടെ നേരെ കൈയൊങ്ങിയിട്ടില്ല. നീയായിട്ട് അതും തുടങ്ങി വെച്ചു. അതും താലി കെട്ടാൻ പോകുന്നവളുടെ നേരെ തന്നെ. ഇനി മേലാൽ നീ ഇത് ആവർത്തിച്ചേക്കരുത്. ഈ പറയുന്നത് കൈലാസത്തിലെ വിശ്വംഭരനാണ്, അതുകൂടി ഓർത്തു വെച്ചോ നീ. പിന്നെ മറ്റൊരു കാര്യം, ഇത്തരം പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിലുണ്ടാകാൻ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള മാർഗം അന്വേഷിക്കണം. അല്ലാതെ അതിൻ്റെ പേരിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. വേദയെ നോക്കി വിശ്വം അത് പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവളെ മാത്രം ലക്ഷ്യമാക്കി നിസ്സഹായതയോടെ നിന്നു. അതിനുശേഷം ഈർഷ്യയോടെ അയാൾ അകത്തേക്ക് കയറിപ്പോയപ്പോൾ എല്ലാറ്റിനും കാരണമായ ഭദ്രയെ രേണുക ഒന്ന് കൂർപ്പിച്ചു നോക്കി. ആ നോട്ടത്തിൽ അവൾ അറിയാതെ തല താഴ്ത്തുകയായിരുന്നു. തന്നെ ചൊല്ലി ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായല്ലോ എന്ന സങ്കടത്തോടെ തല താഴ്ത്തി നിന്ന് കണ്ണീർ പൊഴിക്കുന്ന വേദയെ കണ്ടപ്പോൾ രേണുവിനും അനന്തുവിനും ഒന്നും പെട്ടെന്നത് സഹിക്കാനായില്ല. അനന്തു, ഇനിയും ഈ കുട്ടിയെ ഇവിടെ ഇങ്ങനെ നിർത്തുന്നത് ശരിയല്ല. അതിനെ അതിൻ്റെ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടു ചെന്നാക്കിയേക്കണം. അച്ഛൻ പറഞ്ഞത് നീയും കേട്ടതല്ലേ? അതുകൊണ്ട് ഇനിയും അത് വെച്ച് താമസിപ്പിക്കണ്ട. വെറുതെ എന്തിനാ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നതെടാ. ശരി അമ്മേ. അനന്തു അനുസരണയോടെ തലയാട്ടിയപ്പോഴും അവൻ ഭദ്രയുടെ നേരെ തറപ്പിച്ചൊരു നോട്ടം നോക്കി. അതിഷ്ടപ്പെടാത്ത ഭാവത്തിൽ അവൾ വേദയെ നോക്കി ചിരിയൊന്ന് കോട്ടി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഭദ്രയുടെ സ്വഭാവം രേണുകയ്ക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് അവർക്കതിൽ വലിയ പുതുമയൊന്നും തോന്നിയിരുന്നില്ല. അത് കാര്യമാക്കാതെ രേണുക സങ്കടപ്പെട്ടു നിൽക്കുന്ന വേദയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിലൊന്ന് പിടിച്ചു. മോൾ ഇതൊന്നും കാര്യാക്കണ്ട, അവൾ അങ്ങനെയാ. അല്പം കുശുമ്പ് കൂടുതലാണെന്നേ ഉള്ളൂ. എന്നാലും അനന്തുവെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ്. അതിൻ്റെയായി കാണിക്കുന്നതെല്ലാം. എന്നാൽ ഇനിയും നിങ്ങളിൽ നിന്ന് സമയം വൈകിപ്പിക്കേണ്ട. അനന്തു, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതേ എന്ന അർത്ഥത്തിൽ അവൻ അമ്മയെ നോക്കി വീണ്ടും തലയാട്ടി. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം വേദയും കൂട്ടി അനന്ത് പോകാൻ തയ്യാറായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മൃദുലയും അമ്മ രേണുവും അമൃതയും എല്ലാം പുറത്തേക്ക് വന്നു നിന്നു. ആ സമയം തൊട്ടപ്പുറത്തെ വീട്ടിലെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ഭദ്ര അവരെയും നിരീക്ഷിച്ച് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. കാറിൽ കയറാൻ പോകുന്നതിന് മുമ്പ് വേദ എല്ലാവരോടും യാത്ര പറഞ്ഞു. അനന്തു സാറിൻ്റെ അമ്മയായ രേണുകയോട് യാത്ര പറയാൻ ഒരുങ്ങുന്ന നേരത്താണ് അവൾ അവരുടെ കയ്യിൽ സ്നേഹത്തോടെ ഒന്ന് പിടിച്ചത്. ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് യാദൃശ്ചികമായിട്ടായിരുന്നു അമ്മേ. എന്നാൽ ഇവിടെ കുറച്ചു നേരം മാത്രമേ ചെലവഴിച്ചുവെങ്കിലും ഒരമ്മയുടെ സ്നേഹം എന്തെന്നറിഞ്ഞത് ഈ അമ്മയിൽ നിന്നായിരുന്നു. സ്വന്തം അമ്മയുടെ മുഖം കണ്ട ഒരോർമ്മ പോലും എനിക്കുണ്ടായിട്ടില്ല. എന്നാൽ ഈ നിമിഷം മുതൽ അതെൻ്റെ മനസ്സിലുണ്ട്. ഒരമ്മയുടെ വാത്സല്യം കുറച്ച് നേരത്തേക്കെങ്കിലും അനുഭവിക്കാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. ഈറനണിഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കി അവൾ അത് പറയുമ്പോൾ രേണുകയുടെ മനസ്സ് അറിയാതെയൊന്ന് വിങ്ങിപ്പോയി. നിയന്ത്രിക്കാനാവാതെ പെട്ടെന്ന് രേണുക അവളെ തൻ്റെ നെഞ്ചോട് അടക്കിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ ആ സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്നതുപോലെ അവരെയും ചേർത്ത് പിടിച്ച് അവിടെ അല്പനേരം നിന്നു. അന്നേരം അവർ തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങളെല്ലാം ഒരു കൗതുകത്തോടെ നോക്കിക്കാണുകയായിരുന്നു അനന്തു. അതെ, നിങ്ങളിങ്ങനെ നിന്നാൽ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുക? ഇനിയും താമസിച്ചാൽ ഒരു പക്ഷേ എൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോകുമല്ലോ രേണുവമ്മേ. അവനൊരു പുഞ്ചിരിയോടെ അത് പറഞ്ഞു തീർത്തും വേദ അവരിൽ നിന്നും അടർന്നു മാറി കണ്ണുകൾ തുടച്ച് വേഗം കാറിനടുത്തേക്ക് ചെന്നു. കൈലാസത്തിൻ്റെ പടി കടന്ന് ആനന്ദുവിലെ കാർ അവിടെ നിന്നും അകലുമ്പോൾ രേണുക ഒരു നിമിഷം അവരെ തന്നെ നോക്കി നിന്നു. എല്ലാം കണ്ട സന്തോഷത്തിൽ ഭദ്രവേഗം മുറിയിലേക്ക് കയറി വാതിലടച്ച് ബെഡിലേക്ക് ചെന്ന് അമർന്നിരുന്നു. ഇനി എന്തായാലും ആ ശല്യം അങ്ങനെ ഒഴിഞ്ഞു പോയല്ലോ, അത് തന്നെ വലിയൊരു സമാധാനം. ഓഹ്, താങ്ക് ഗോഡ്. ഇനിയിപ്പോൾ അനന്തുവേട്ടൻ അവളുടെ വീട്ടിലും കൂടി കൊണ്ടുവിടുന്നതോടെ എല്ലാം ഒന്ന് അവസാനിച്ച് കിട്ടും. അതോടെ അവളുടെ പേരും പറഞ്ഞ്
അനന്തുവേട്ടൻ ഇനി എൻ്റെ അടുത്ത് ചാടിക്കടിക്കാനും നിൽക്കില്ല. മനസ്സിലെ ആശയങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ പുഞ്ചിരിയിൽ അവൾ ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് ആശ്വാസത്തോടെ ബെഡിന് മുകളിലേക്ക് മലർന്നു കിടക്കുമ്പോൾ അനന്ത് തൻ്റേത് മാത്രമാണെന്നവൾ മനസ്സിൽ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയായിരുന്നു. അനന്തവും വേദയും പോകുന്നത് കണ്ടാണ് വനജ കൈലാസത്തിലേക്ക് നടന്നു വന്നത്. അവർ പോയ വഴിയെ നോക്കി നിൽക്കുന്ന തൻ്റെ നാത്തൂനെ കണ്ടപ്പോൾ വനജയ്ക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും അറിയാത്ത ഭാവത്തിൽ ഒരു ചോദ്യമായിരുന്നു രേണുകയോട്. അപ്പോൾ ആ പെങ്കൊച്ചിനെ കൊണ്ടുവിടാൻ അനന്തുവാണോ നാത്തൂനെ പോയത്? അതെ, അതങ്ങനെ തന്നെയല്ലേ വേണ്ടത്. ഒരാപത്തിൽപ്പെട്ട പെൺകുട്ടിയെ അനന്തു രക്ഷിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ അതിൻ്റെ വീട്ടിലും സുരക്ഷിതമായി എത്തിക്കേണ്ടത് അവൻ്റെ കടമയല്ലേ? ആ, അതൊക്കെ ശരി തന്നെയാ എന്ന് കരുതി ആരെന്ന് പോലും അറിയാത്തവർക്കൊക്കെ വേണ്ടി ഇങ്ങനെ സമയം ചെലവിട്ട് പിന്നാലെ നടന്നിട്ട് ഈ അനന്തുവിന് ഇതെന്ത് കിട്ടാനാണ് നാത്തൂനെ? അപ്പോൾ വനജയ്ക്ക് ഇപ്പോഴും മരുമകനാകാൻ പോകുന്നവൻ്റെ സ്വഭാവം ശരിക്കും മനസ്സിലായിട്ടില്ല അല്ലേ? അതല്ല നാത്തൂനെ, അനന്തു വിവാഹം ഉറപ്പിച്ച പയ്യനാ. ഇങ്ങനെ ആരെന്ന് പോലും അറിയാത്ത ഒരുത്തിക്ക് വേണ്ടി കൂട്ടു നടക്കുന്നത് കണ്ടാൽ ആളുകളൊക്കെ എന്തൊക്കെയാ പറയാന്ന് വല്ല നിശ്ചയമുണ്ടോ? അതിന് അവൻ ഇങ്ങനെയുള്ള സഹായങ്ങളൊന്നും ആദ്യമായിട്ടൊന്നും അല്ലല്ലോ വനജയെ ചെയ്യുന്നത്. അനന്തു ഇതിനു മുൻപും പലരെയും സഹായിച്ചിട്ടുണ്ട്. പല പ്രശ്നങ്ങൾക്കും അവൻ പരിഹാരം കണ്ടിട്ടുമുണ്ട്. അതിനൊക്കെ നമ്മളിങ്ങനെ ചിക്കി ചെയ്യണോ വനജയെ? എൻ്റെ മകനെ എനിക്ക് വിശ്വാസമുണ്ട്. അവൻ തെറ്റിലേക്കൊന്നും ചെന്ന് പെടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത്തിരി മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ. എങ്കിലും അവനൊരു പാവാണെന്ന് വനജയ്ക്കും അറിയാവുന്നതല്ലേ. പിന്നെ ഒരു പെൺകുട്ടിക്കൊരു സഹായം ചെയ്തെന്ന് കരുതി അതിൻ്റെ പേരിൽ ഒരു ദോഷവും അവന് സംഭവിക്കില്ല. നമ്മുടെ നാട്ടുകാരെ നമുക്കറിയാവുന്നതല്ലേ വനജയെ. അപ്പോൾ ഇതൊന്നും അത്ര വലിയ കാര്യമാക്കണ്ട. രേണുക സൗമ്യമായത് പറഞ്ഞു തീർത്ത ശേഷം ഉമ്മർത്ത് നിന്നും അകത്തേക്ക് കയറിയപ്പോൾ വനജ അവരെ നോക്കി ചിരിയൊന്ന് കൂട്ടി. ഈ വനജയ്ക്ക് ഇതൊന്നും അത്ര നിസ്സാര കാര്യമല്ല നാത്തൂനെ. കാരണം ഇതെൻ്റെ മകളുടെ കൂടി ജീവിതാ. അതുകൊണ്ട് ഇതൊന്നും അങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ ഒക്കില്ലല്ലോ എനിക്ക്. എന്തായാലും അനന്തുവിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. മനസ്സിൽ മുറുമുറുപ്പ് നടത്തിക്കൊണ്ടവർ അല്പനേരം അവിടെ തന്നെ നിന്നുപോയി. കാറിനകത്ത് കയറിയതു മുതൽ വേദ മൗനമായിരിക്കുന്നത് അനന്തു ശ്രദ്ധിച്ചിരുന്നു. ഒരു വലിയ ആപത്തിൽ നിന്നും രക്ഷിച്ച് തൻ്റെ വീട്ടിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടു വന്നിട്ടും വേദയ്ക്ക് നേരിടേണ്ടി വന്നത് നിറയെ കുത്തുവാക്കുകൾ മാത്രമായിരുന്നുവെന്ന് അവനെയും അല്പസമയം മൗനത്തിലാഴ്ത്തി. തൻ്റെ അച്ഛനിൽ നിന്നും ഭദ്രയിൽ നിന്നുമെല്ലാം മോശമായ പെരുമാറ്റം സംഭവിച്ചിട്ടും വേദ തന്നോട് ഒരു നീരസം പോലും പ്രകടിപ്പിക്കാതിരുന്നത് അവനെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഏറെ നേരത്തെ ആ മൗനം യാത്രയെ ബോറടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അനന്തു തന്നെ അവളോട് ആദ്യം സംസാരിച്ചു തുടങ്ങി. ശരിക്കും അച്ചുവേട്ടൻ കൂടി ഈ യാത്രയിൽ നമുക്കൊപ്പം ഉണ്ടാകുമെന്ന് കരുതിയതാണ്. എന്നാൽ അവസാന നിമിഷം ആളങ്ങ് കാലുമാറി. ടെക്സ്റ്റൈൽസിലേക്ക് പോകേണ്ട അത്യാവശ്യമുണ്ടെന്നും പറഞ്ഞ് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാരണമാണ് തന്നെ കൊണ്ടുവിടാൻ വീണ്ടും ഞാൻ തനിച്ചായത്. സാരല്ല, എന്തായാലും നമുക്ക് പോയല്ലേ പറ്റൂ. നിർത്താതെയുള്ള അവൻ്റെ സംസാരം കേട്ടിട്ടും വേദ ഒന്നും മിണ്ടുന്നില്ലെന്ന് തോന്നിയപ്പോൾ അവൻ പിന്നീട് ഒന്നും പറയാനോ ചോദിക്കാനോ ശ്രമിച്ചില്ല. വണ്ടിയുടെ സ്പീഡ് ഒന്നുകൂടി വേഗത്തിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് വേദയുടെ വീടിനെ ലക്ഷ്യമാക്കി അവൻ കാറ് ഓടിച്ചു വിട്ടു. വേദ പറഞ്ഞ വഴികളിലൂടെ അനന്തു കാറോടിച്ചെത്തിയത് ഒരു പഴയ ഓടിട്ട വീടിന് മുൻപിലേക്കായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞും പെയിൻ്റ് അടിക്കാതെയും ആകെ മുഷിഞ്ഞു കാണപ്പെട്ട ഒരു പഴഞ്ചൻ ഓടുവീടാണ് അതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അനന്തു സംശയത്തോടെ അവളെ ഒന്ന് നോക്കി. അന്നേരം അവനെ നോക്കി മന്ദഹസിച്ചതല്ലാതെ അവളൊന്നും പറഞ്ഞില്ല. വേഗം കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീട് ഇതുതന്നെയാണെന്ന് അനന്തവും തീർച്ചപ്പെടുത്തുകയായിരുന്നു. പിന്നീട് സീറ്റ് ബെൽറ്റ് അഴിച്ച് അവനും വേഗം പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. വേദേ, ഇതാണോ തൻ്റെ? അവളെ നോക്കി അവനത് ചോദിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും അവനെ നോക്കി അവൾ അതേ നാർത്ഥത്തിലൊന്ന് തലയാട്ടി കൊടുത്തു. ചുറ്റിലും കാട് പോലെ വ്യാപിച്ചു കിടക്കുന്ന കുറ്റിച്ചെടികൾക്ക് നടുവിൽ ഒരു വീട്. പരിസരത്ത് മറ്റു വീടുകളോ ആളനക്കമോ ഒന്നും കാണുന്നില്ല. പെട്ടെന്നൊരു നോട്ടത്തിൽ ആര് കണ്ടാലും പേടി തോന്നുന്ന ഒരിടം. ഇവിടെയാണോ ഇവളെപ്പോലൊരു പെൺകുട്ടി താമസിക്കുന്നത് എന്ന് പോലും അറിയാതെ ചിന്തിച്ചു പോകും. ഇങ്ങനെയൊരു വീട്ടിൽ, ഇങ്ങനെയൊരു സ്ഥലത്ത് നിങ്ങൾ എങ്ങനെയാ വേദ താമസിക്കുന്നത്? ആശ്ചര്യമുണർത്തിക്കൊണ്ടുള്ള അവൻ്റെ ചോദ്യം കേട്ടതും അവൾ അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു പോയി. ചിലതൊക്കെ അങ്ങനെയാണ് സാർ, നമ്മളെല്ലാം തനിയെ അങ്ങ് ശീലിച്ചു പോകും.
അതിലൊന്നും ഈ വേദയ്ക്ക് ആരോടും പരിഭവമില്ല, പരാതിയില്ല. ഇവിടെ തൻ്റെ കൂടെ ആരൊക്കെയാ താമസിക്കുന്നത് എന്നവൻ നാവെടുത്ത് ചോദിക്കുന്നതിന് മുൻപെയാണ് പെട്ടെന്ന് അകത്തുനിന്നും ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അവൻ ശ്രദ്ധിച്ചത്. കടിച്ചുരുണ്ട് ചുരുളൻ മുടിയുള്ള ഒരു സ്ത്രീ. ഏകദേശം ഒരു 40-45 വയസ്സ് പ്രായം തോന്നിക്കുന്ന ദയയില്ലാത്തൊരു മുഖത്തിന് ഉടമയായിരുന്നു അവർ. വേദയെ കണ്ടതും ആ സ്ത്രീ കണ്ണ് തുറിച്ച് അവളുടെ നേരെ വന്നെടുത്തു. ആശ്രീകരം പിടിച്ചവളെ, ഇത്രയും നാൾ എവിടെയായിരുന്നെടി? ആരുടെയൊക്കെയാ കയ്യും കാലും പിടിച്ച് ഒരു ജോലി മേടിച്ചു തന്നപ്പോൾ അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കാതെ അവൾ എങ്ങോട്ടോ ഓടിപ്പോയിരിക്കുന്നു. എന്ത് കണ്ടിട്ടാടി നീ അങ്ങനെ ചെയ്തത്? പറയടി, പറയാൻ. തൻ്റെ കൺമുന്നിലിട്ട് അവളെ ഉന്തിയും തള്ളിയും ആ സ്ത്രീ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് കണ്ടപ്പോൾ അനന്തുവിന് പെട്ടെന്നാകെ ദേഷ്യം ഇരച്ചു കയറി. അറിയാതെ മുഷ്ടി ചുരുട്ടി പിടിച്ചപ്പോൾ അവൻ്റെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകാൻ തുടങ്ങിയിരുന്നു അന്നേരം. അവളെ മനഃപൂർവ്വം നോവിപ്പിക്കുന്നത് ഒരു നോക്കുകുത്തിയെപ്പോലെ നോക്കി നിൽക്കാൻ അവൻ്റെ മനസ്സപ്പോൾ തയ്യാറായിരുന്നില്ല. സഹികെട്ട അവൻ അവളെ പിടിച്ചു മാറ്റിക്കൊണ്ട് ആ സ്ത്രീയുടെ മുൻപിലേക്ക് കയറി നിന്നു. പെട്ടെന്ന് ആശ്ചര്യത്തോടെ അവരവനെ തുറിച്ചു നോക്കിയെങ്കിലും ആ നോട്ടത്തിൽ പതറാതെ അവൻ അവർക്ക് മുൻപിൽ തന്നെ തല ഉയർത്തി നിന്നു. കുറച്ചു നേരമായി നിങ്ങൾ ഈ പെൺകുട്ടിയെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ വേദയുടെ ആരാണെന്ന് എനിക്കറിയില്ല. എന്നാൽ നിങ്ങൾക്ക് ഇവളെ ഇഷ്ടമല്ലെന്ന കാര്യം നിങ്ങളുടെ ഈ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ എനിക്ക് വ്യക്തമായി. അതുകൊണ്ടാണല്ലോ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ഈ പെൺകുട്ടിയുടെ നേരെ നിങ്ങളിങ്ങനെ ആക്രോശിച്ചു കൊണ്ടിരിക്കുന്നത്. കലി കയറി അവനത് ചോദിച്ചപ്പോൾ കണ്ണുരുട്ടി ആ സ്ത്രീ അവളെ ഒന്ന് ചെരിഞ്ഞു നോക്കി. ഏതാടി ഇവൻ? ഇവൻ്റെ കൂടെയാണോ നീ ഇപ്പോൾ പൊറുക്കുന്നത്? കണ്ടിട്ടേതോ വലിയ വീട്ടിലെ പയ്യനാണെന്ന് തോന്നുന്നല്ലോ. എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിന്റെ ഈ തൊലി വെളുപ്പ് കണ്ടിട്ട് പുറകെ കൂടാനും ഉണ്ടല്ലോ ആളുകൾ. അങ്ങനെയാണെങ്കിൽ പിന്നെ നിന്റെ തന്ത ഉണ്ടാക്കിയ കടങ്ങളും കൂടി വീട്ടാൻ ഇവൻ തയ്യാറായി കാണും അല്ലേടി? ചിറ്റേ, എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നത്? ചിറ്റ കരുതും പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഒരാപത്തിൽപ്പെട്ട എന്നെ രക്ഷിച്ചത് ഈ അനന്തു സാറാണ്. അദ്ദേഹം എന്നെ ഇവിടെ കൊണ്ടുവിടാൻ വേണ്ടി മാത്രം വന്നതാണ്. അതിനപ്പുറം ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അനന്തു സാറിനെ കുറിച്ച് ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പറയരുത് ചിറ്റേ. വേദ തൊഴുകൈകളോടെ അവർക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു പുച്ഛത്തോടെ ആ സ്ത്രീ അവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കി. അയ്യോ, അവൾ പറയുന്നത് കേട്ടില്ലേ? ദയവ് കാണിക്കണം പോലും. ഈ ആനന്ദവല്ലിക്ക് ഇത്രയൊക്കെ ദയവ് കാണിക്കാനാവൂ? കടം കയറി നിന്റെ അച്ഛൻ ഈ ഉത്തരത്തിൽ കെട്ടി തൂങ്ങിയപ്പോൾ എന്തേ അയാൾ നിന്നെ മാത്രം ബാക്കി വെച്ചത്? കൂടെ കൂട്ടായിരുന്നല്ലോ അങ്ങേർക്ക്. എങ്കിൽ പിന്നെ എനിക്ക് എൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നല്ലോ. പക്ഷേ ഞാനത് ചെയ്തില്ല. പട്ടിണിക്കിടാതെ നിന്നെ ഇത്രയും വളർത്തി വലുതാക്കി. ആ വളർത്തിയ കാശൊക്കെ എനിക്ക് ഈടാക്കണമെങ്കിൽ നീ ഇനി ജോലിക്ക് പോകണമെന്ന് ഞാൻ ആശിച്ചിട്ടുണ്ട് എങ്കിൽ അതിലെന്താ ഇത്ര തെറ്റുള്ളത്? അതിനുവേണ്ടിയല്ലേ എൻ്റെ ആങ്ങള നിന്നെ തമിഴ്നാട്ടിലേക്ക് കൊണ്ട് ചെന്നാക്കിയത്. എന്നിട്ടിപ്പോൾ അവിടെ മര്യാദയ്ക്ക് നിൽക്കാതെ എവിടേക്ക് ഓടിപ്പോയി എല്ലാം നശിപ്പിച്ച് വന്ന് നിൽക്കുന്നു. നിന്നോടൊക്കെ ഞാൻ ഇനി എന്ത് ദയയാടി കാണിക്കേണ്ടത്? ചിറ്റേ, ഞാൻ അങ്ങനെയൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല. എല്ലാം സംഭവിച്ചു പോയതാണ്. ദയവ് ചെയ്ത് എന്നെ ഒന്ന് വിശ്വസിക്ക് ചിറ്റേ. അവൾ കണ്ണീരുതിർത്ത് തളർന്ന മനസ്സോടെ അവർക്ക് മുൻപിൽ നിൽക്കുമ്പോൾ എല്ലാം ഒരു ഞെട്ടലോടെ അനന്തവും കേൾക്കുന്നുണ്ടായിരുന്നു. എന്തു പറയണമെന്നറിയാത്ത ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് വേദ കണ്ണീരണിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കിയത്. കണ്ടില്ലേ സാർ, ഇതാണ് എൻ്റെ ജീവിതം. ഇതേക്കുറിച്ചൊക്കെ ഞാൻ എന്ത് പറയാനാണ് സാറിനോട്? ഒരു ജോലിക്ക് വേണ്ടി ചെന്നെത്തിയതാണ് ഞാൻ ചെന്നൈയിലേക്ക്. പക്ഷേ അവിടെ എനിക്കുണ്ടായ അനുഭവം ഒരു പെൺകുട്ടിക്കും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അതിനിടയിൽ ഒരു രക്ഷകനെ പോലെ വന്ന് സാറെന്നെ രക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ ജീവനോടെ നിൽക്കുന്നത്. ഇപ്പോൾ സാറെന്നെ എൻ്റെ വീട്ടിലും എത്തിച്ചു തന്നു. ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല സാർ, അറിയില്ല. വിതുമ്പലടക്കി പിടിച്ചവൾ അവന് മുന്നിൽ നിൽക്കുമ്പോൾ ആ കണ്ണുകളിൽ തെളിഞ്ഞ കയ്പുണർത്തുന്ന കണ്ണുനീരിൻ്റെ വേദന അവൻ്റെ മനസ്സിനെയും വല്ലാതെ നോവിപ്പിച്ചു കളഞ്ഞു. അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ തൻ്റെ നാവുകൾക്ക് ശക്തിയില്ലാതായെന്ന തോന്നലും അവനെ ആകെ വിഷമത്തിലാക്കി. പൊക്കോളൂ സാർ, സാർ ഇനി ഇവിടെ നിൽക്കണ്ട. ചെയ്തു തന്ന ഉപകാരത്തിനെല്ലാം ഒന്നിവിടേക്ക് കയറിയിരിക്കാൻ പോലും പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണ് എൻ്റേത്. അതുകൊണ്ട് സാറിനി ഇവിടെ നിൽക്കരുത്. വേഗം പൊയ്ക്കോ സാർ, പൊക്കോ ഇവിടുന്ന്. കലങ്ങിയ കണ്ണുകളോടെ അവനെ നോക്കി അവൾ അത് പറയുമ്പോൾ അവൻ അവളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ ഒരു നിമിഷം നോക്കി നിന്നു. അന്നേരം ആ നോട്ടത്തെ നേരിടാനുള്ള കരുത്ത് അവൾക്ക് ഇല്ലാത്തതുകൊണ്ട് അവൻ്റെ മുമ്പിൽ നിന്നു കൊടുക്കാതെ അവൾ വേഗം കണ്ണു തുടച്ച് അകത്തേക്ക് ഓടി കയറിപ്പോയി. അവളെ ഒന്ന് തിരിച്ചു വിളിക്കാൻ പോലും ആകാതെ നിശ്ചലനായി നിൽക്കുന്ന അനന്തുവിനെ നോക്കി അന്നേരം ആനന്ദവല്ലി പുച്ഛത്തോടെ ഒന്ന് നോക്കി. ഓ,
അപ്പോൾ സാർ അവളെ ഇവിടെ കൊണ്ടുവിടാൻ വന്നതാണല്ലേ? ഞാൻ കരുതിയത് ഞങ്ങളുടെ സങ്കടം കണ്ട് ഞങ്ങൾ സഹായിക്കാൻ വന്നതാണെന്നാ. ഇതിപ്പോൾ സാറിൻ്റെ ആവശ്യം കഴിഞ്ഞ് അവളെ ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ചോദിക്കുക, എൻ്റെ കൊച്ചിപ്പോഴും ഫ്രഷ് തന്നെയല്ലേ സാറേ? ആനന്ദവല്ലിയുടെ ആ ചോദ്യം കേട്ട ഉടനെ അവർക്കു നേരെ തറപ്പിച്ചൊരു നോട്ടം അവൻ നോക്കി. ആ നോട്ടത്തിൻ്റെ തീക്ഷ്ണതയിൽ പിന്നെയൊന്നും ചോദിക്കാനുള്ള ധൈര്യം ആനന്ദവല്ലിക്കുണ്ടായിരുന്നില്ല. ആ നോട്ടത്തോടെ തിരിച്ചവൻ കാറിനകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴും അവളെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ ഒന്നുകൂടി പ്രതീക്ഷയോടെ അവിടേക്ക് എത്തി നോക്കി.